എഡിക്രാഫ്റ്റ് ഇന്ത്യയുടെ ഒറിഗാമി വീഡിയോകളിലേക്ക് സ്വാഗതം. സ്കൂൾ എന്ന് കേട്ടാൽ നമ്മുടെ എല്ലാ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രത്തിൽ ബെഞ്ചും ഡെസ്കും ബ്ലാക്ക് ബോർഡും ചോക്കും എല്ലാം ഉണ്ട്. എന്നാൽ ഇന്ന് ബെഞ്ചും ഡെസ്കും കസേരയ്ക്കും മേശയ്ക്കും ഒക്കെ വഴിമാറിയിരിക്കുന്നു. ബ്ലാക്ക് ബോർഡുകൾ ഡിജിറ്റൽ ബോർഡുകൾക്കും വഴിമാറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ ബെഞ്ചും സ്കൂളും തമ്മിൽ നമ്മുടെ മനസ്സിന്റെ കോർണറിൽ എവിടെയോ ഒരു ബന്ധം നാം രൂപീകരിച്ചിട്ടുണ്ട്. നാം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോഡൽ ഒരു ബെഞ്ചാണ്. ഈ ബെഞ്ച് ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യമായത് ദീർഘചതുരാകൃതിയിലുള്ള 2 കടലാസാണ്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് A4 വലുപ്പത്തിലുള്ള ഒരു കടലാസിനെ മുറിച്ച് അതിൻ്റെ ഒരു ഭാഗമാണ് ബെഞ്ച് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതുപോലെ ഇങ്ങനെ നീളം ഇവിടെ വരച്ചിരിക്കുകയും വീതി ഇങ്ങനെ വരച്ചിരിക്കുകയും നമ്മൾ കടലാസ് വയ്ക്കുക. അതിനുശേഷം ഇടത്തെ വക്കിനെ വലത്തെ വക്കിനോട് ചേർത്ത് മടക്കുക. മടക്കി മടക്കുപാടിലൂടെ അമർത്തുക. അതിനുശേഷം കടലാസിനെ 2ആയിട്ട് മുറിച്ചെടുക്കുക. നമുക്ക് ബെഞ്ച് ഉണ്ടാക്കുന്നതിന് ഈ ഒരു കടലാസ് മാത്രം മതി. ഈ ഒരു കടലാസിനെ നമുക്ക് 2ആയിട്ട് മുറിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു കടലാസ് മാറ്റി വയ്ക്കുക, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള A4 വലുപ്പത്തിലുള്ള കടലാസിന്റെ നേരെ പകുതിയാണ്. ഈ കടലാസിനെ വീണ്ടും നമ്മൾ പകുതി ആക്കുകയാണ്. അപ്പൊ അതിന് താഴെയുള്ള വക്കിനെ നീളം കൂടി വെക്കുക. ഈ വക്കിനെ മുകളിലുള്ള വക്കിനോട് ചേർത്ത് മടക്കുന്നു. പല ഒറിഗാമി മോഡലുകളും ഉണ്ടാക്കുന്നത് ഒരൊറ്റ കടലാസ് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ ചില മോഡലുകൾ ഒന്നിലധികം കടലാസുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നാം ഉപയോഗിക്കുന്നത് 2 കടലാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2 കടലാസുകളിൽ നിന്നും 2 മൊഡ്യൂളുകൾ ഉണ്ടാക്കി ആ മൊഡ്യൂളുകളെ ചേർത്ത് വെച്ചാണ് നമ്മുടെ ബെഞ്ച് രൂപപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് 2 കടലാസുകൾ കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മൊഡ്യൂൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഈ കടലാസിന്റെ മധ്യബിന്ദു മധ്യത്തിലുള്ള വര നമുക്കറിയണം, മധ്യ പോയിന്റ്. അതിനുവേണ്ടി ഈ അടിയിലുള്ള വക്കിനെ മുകളിലുള്ള വക്കിനോട് ചേർത്ത് മടക്കുക. ഏതു തരത്തിലുള്ള കടലാസും ഈ ബെഞ്ച് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അല്പം ബലമുള്ള കടലാസാണ് നല്ലത്. പിന്നെ കടലാസിന് ഒത്തിരി നീളം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബെഞ്ച് നേരെ സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ല, നടുഭാഗം കുഴിഞ്ഞു പോകും. നമ്മളിവിടെ മടക്കിയത് നിർത്തിയിരിക്കുന്നു. അപ്പം ഇവിടെ നമുക്കൊരു മടക്കുപാട് ലഭിച്ചിട്ടുണ്ട്. കടലാസ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് സൗകര്യത്തിന് വേണ്ടി. ഈ മടക്കുപാടിലേക്ക് നമ്മൾ 4 മൂലകളും ഇങ്ങോട്ട് മടക്കണം. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ മടക്കുപാട്. ഈ മടക്കുപാടിലേക്ക് ഈ മൂല മടക്കുക. ഇതുപോലെ ഈ മൂല. നേരെ കടലാസ് വെച്ച് കൊടുത്തിട്ട് 4 മൂലകൾ ഉള്ളിലേക്ക് മടക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന രൂപം ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കടലാസ് നാം ചെയ്യുക. ഇടത്തെ വക്കിനെ വലത്തെ വക്കിനോട് ചേർത്ത് വെക്കുക. അമർത്തി മടക്കുപാട് ഉണ്ടാക്കുക. നിവർത്തിയതിനു ശേഷം ഈ മൂല, വലതുവശത്തെ മൂല മധ്യഭാഗത്തുള്ള ഇതിലേക്ക് മടക്കുക, മടക്കുപാടിലേക്ക് മടക്കുക. ഇടതുവശത്തുള്ള മൂല മടക്കുപാടിലേക്ക് മടക്കുക. കടലാസ് നേരെ മുറിച്ച് ഇപ്പോൾ വലതുവശത്തുള്ള മൂല മധ്യ വരയിലേക്ക് മടക്കുക. ഇപ്പോൾ ഇടതുവശത്തുള്ള മൂല
മധ്യത്തിലേക്ക് മടക്കുക. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇതിനെ നമ്മൾ ചേർത്ത് ബെഞ്ചാക്കുക. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഒരു മോഡലിനെ നമ്മൾ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഈ മടക്കിയ മോഡലിനെ നമ്മൾ എടുത്ത് ഈ നിവർന്നിരിക്കുന്ന മോഡലിന്റെ ആദ്യ പകുതിയിൽ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഈ നിവർന്നിരിക്കുന്ന മോഡലിന്റെ ഭാഗം മടക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് ഈ കടലാസ് ഇവിടെ വേണമെങ്കിൽ അല്പം പശ ഉപയോഗിക്കാവുന്നതാണ്. ഈ രണ്ടാമത് നന്നായിട്ട് ചേർന്നിരിക്കുന്നതിന് പശ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. പശ അല്പം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ മോഡൽ ഇവിടെ വരുന്നത് ഒട്ടിച്ചേർന്നിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ബിന്ദുക്കളാണ് ബെഞ്ചിന്റെ കാലുകളായിട്ട് വരുന്നത്. അപ്പം ഇവിടെ ഒരു ത്രികോണ ആകൃതി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ആകൃതിയിൽ ഇപ്പം ഈ ത്രികോണത്തിന്റെ നേരെ ഒരു മടക്കുപാടുണ്ടാക്കുക. അത് ബെഞ്ചിന്റെ കാലായിട്ടാണ്. അതുപോലെ തന്നെ നേരെ മറിച്ച് ഇവിടെ ത്രികോണത്തിന്റെ ബിന്ദുവുണ്ട്. ഇവിടുന്ന് നേരെ ഇങ്ങനെ ഒരു മടക്കുപാടുണ്ടാക്കുക. ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന രൂപം ഇവിടെയും നമ്മൾ ഓരോ മടക്കുപാടുണ്ടാക്കിയിരിക്കുന്നു. ഈ മടക്ക് ഒരു 90 ഡിഗ്രിയിൽ മടക്കി കഴിഞ്ഞാൽ ഈ ബെഞ്ച് എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാനാണ്. പശ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ചേർന്നിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് അമർത്തി കഴിഞ്ഞാൽ ഇത് ചേർന്നിരിക്കും. ബെഞ്ച് ഇപ്പോൾ ഇവിടെ ചേർന്ന് സ്വയം നിൽക്കുന്ന ഒരു ബെഞ്ചാണിത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.